അപ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ ജന്മങ്ങൾ, അപ്പം ഞാനെന്ന സോളിന്, ഞാനെന്ന ബോഡി അല്ല, ഞാനെന്ന സോളിന് പല ജന്മങ്ങളുണ്ടായിരുന്നു. ഞാനെന്ന ഈ ഒരു ബോഡിക്ക് അറിയില്ല, പക്ഷെ എൻ്റെ സോളിനറിയാം. ഓക്കെ, പുനർജന്മം എന്നുള്ള ഒരു കാര്യങ്ങളിൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് ആളുകൾക്ക്. ഇപ്പൊ കുറച്ചും കൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ആകാശിക് റെക്കോർഡിൽ പ്രാക്ടീഷണറാണ് ഈ ആളുടെ ലൈഫിലേക്ക് കടന്നു പോകുന്നത്. ആ കുട്ടി നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ, തീയുടെ അടുത്ത് നിൽക്കുന്നത് പോലെയാണ്. എ സിയിലാണ് ഇരിക്കുന്നത്, പക്ഷെ ആള് ഭയങ്കരമായിട്ട് തീയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീല്. അപ്പൊ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാല്, ആകാശിക് റെക്കോർഡ്സ് നമ്മൾ സാധാരണ ജ്യോതിഷത്തില് പലരും എന്താ പറയുക, PLR, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, നിങ്ങളുടെ പഴയ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അതിനകത്ത് ഭയപ്പെടുത്തുകളാണ് കൂടുതൽ വരുന്നത്. പക്ഷേ ഈ ഭയത്തിന് പുറമെ പ്രതീക്ഷകൾ കൊടുക്കുന്ന ഒരുപാട് ജ്യോതിഷ സെഗ്മെന്റുകളുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റിലൊന്നാണ് ആകാശിക് റെക്കോർഡ്സ്. ഇത് ശരിക്കും എങ്ങനെയാണ് സാധാരണ ഒരു മനുഷ്യന് ഉപയോഗം വരുന്നത്? എന്താണ് ആകാശിക് റെക്കോർഡ്, ഒന്ന് വിവരിക്കാമോ? ഷുവറായിട്ട്. ആക്ച്വലി ആകാശിക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ ജന്മങ്ങൾ, അപ്പം ഞാനെന്ന സോളിന്, ഞാനെന്ന ബോഡി അല്ല, ഞാനെന്ന സോളിന് പല ജന്മങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ പല ജന്മങ്ങളിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പലരെയും കൊന്നിട്ടുണ്ടാവാം, ഞാൻ ചിലപ്പം ആരെങ്കിലും ഒക്കെ റേപ്പ് ചെയ്തിട്ടുണ്ടാവാം, ഞാൻ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം, എനിക്ക് ഓഫീസിലുള്ള ആൾക്കാരെയൊക്കെ ഞാൻ നിശ്ചിതമായിട്ട് ഒരു കാരണവും ഇല്ലാതെ കാശ് കൊടുക്കാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം. അതൊക്കെ ഒരുതരം സ്റ്റീലിങ്ങിന്റെ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് ഞാനെന്ന ഈ ഒരു ബോഡിക്ക് അറിയില്ല, പക്ഷെ എൻ്റെ സോളിനറിയാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഇപ്പം നമ്മൾ ജ്യോതിഷത്തിൽ എടുത്തു നോക്കിയാൽ പോലും സഞ്ചിത കർമ്മ, അത് നമ്മൾ പഴയ കാലത്തെ കർമ്മകൾ കൊണ്ടുവരുന്നത്. അപ്പം പല ആളുകളും വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ചെയ്തിരിക്കുന്ന കുറെ കർമ്മങ്ങളുടെ ദോഷമാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്ത കർമ്മത്തിന്റെ ദോഷമാണ്, അമ്മ ചെയ്ത കർമ്മത്തിന്റെ ദോഷമാണ്, അല്ലെങ്കിൽ എൻ്റെ ആൻസിസ്റ്റേഴ്സ് ചെയ്ത കർമ്മത്തിന്റെ ദോഷമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും. കാരണം ഈ പുനർജന്മം എന്നുള്ള ഒരു കാര്യങ്ങളിൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് ആളുകൾക്ക്. ഇപ്പൊ കുറച്ചും കൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ക്ലയന്റ്, ആ ക്ലയന്റ് സ്വമേധയാ ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് പോയി അവരുടെ പാസ്റ്റ് ലൈഫ് അവർ തന്നെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പാസ്റ്റ് ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ഡോക്ടർ ബ്രയാൻ വൈസ് ഒക്കെ, അദ്ദേഹം ഇതിന്റെ ഒരു വലിയ മാസ്റ്റർ ആണെന്ന് പറയാം. അപ്പം അദ്ദേഹത്തിന്റെ ഒക്കെ ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വരും. അപ്പോൾ എനിക്ക് ഈ ഒരു ജന്മമല്ല, ഇത് ചെറുപ്പത്തിൽ ഞാനോ എൻ്റെ പാരൻസോ ചെയ്ത കാര്യമല്ല എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ്റെയും കൂടി പ്രാധാന്യം വരുന്നത്. ചില ആൾക്കാർ പറയുന്ന കേൾക്കാം, എന്തിനെനിക്ക് ഈ ജന്മം ഈ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ തന്നു, ഈ കുടുംബത്തിൽ തന്നു? അത് അവർ തന്നതല്ല. നമ്മൾ ഈ ഒരു പാസ്റ്റ് ലൈഫിൽ പുതിയൊരു ലൈഫ് എടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഈ അച്ഛനെയും അമ്മേനെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന് പോലും ഒരു പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാക്കാൻ ഈ പാസ്റ്റ് ലൈഫ് അവരെ സ്വന്തമായിട്ട് എന്താ പറയാ, പ്രാപ്തരാക്കും. എന്നിരുന്നാലും ചില ആളുകൾക്ക് ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ. അതെ, അപ്പൊ അവർക്ക് അങ്ങനെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു പ്രാക്ടീഷണറിന്റെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ആകാശിക് റെക്കോർഡില് പ്രാക്ടീഷണറാണ് ഈ ആളുടെ ലൈഫിലേക്ക് കടന്നു പോകുന്നത്. അപ്പൊ ഈ ആളുടെ പാസ്റ്റ് ലൈഫുകൾ എത്രയുണ്ടോ, അപ്പം നമ്മളിപ്പം അതിനകത്ത് കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉള്ളത്. മറ്റേ പാസ്റ്റ് ലൈഫിൽ ഇപ്പം ഞാനാണ് പാസ്റ്റ് ലൈഫ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 4-5 ജന്മങ്ങളിൽ എന്തുകൊണ്ടാണ് എൻ്റെ ഈ പ്രസന്റ് ഹഡിൽസ്, ബോട്ടിൽ നെക്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കയറുമ്പോൾ എനിക്കൊരു 4-5 ചിലപ്പോൾ 6 ജന്മങ്ങളിൽ ഞാൻ കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഞാനൊരു പ്രാക്ടീഷണർ ആവുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്കും പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇവരുടെ ചോദ്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു ചോദ്യത്തിന് ന്യൂട്രലൈസേഷൻ പീരീഡ് ആയോ എന്നും കൂടി നോക്കണം. ആ ന്യൂട്രലൈസേഷൻ പീരീഡായി ഇവരിനി അനുഭവിച്ചത് മതി എന്നുള്ള ആ ഒരു, അതായത് ഈ അനുഭവിക്കുന്ന ക്ലയന്റ് അത്രയും പ്രാർത്ഥന നിരതമായിട്ടിരിക്കുന്ന ഒരാളും കൂടി ആയിരിക്കണം. അപ്പൊ അങ്ങനെ വന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവരുടെ ആ ഹഡിൽസ് എന്താണ്, ബോട്ടിൽ നെക്സ് എന്താണ് എന്നുള്ളത് നമുക്ക് ഏഞ്ചൽസിന്റെ, ആൻസിസ്റ്റേഴ്സിന്റെ ഒക്കെ സഹായത്തോടു കൂടി കണ്ടുപിടിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിനൊരു റെമഡി കണ്ടുപിടിച്ച് കൊടുക്കാനും സാധിക്കും. ഈ ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത് സയന്റിഫിക്കലി പ്രൂവൻ ആണോ?
സാധാരണപ്പെട്ട ആൾക്കാരുടെ ഒരു ഡൗട്ട്സ് ആണ് ഞാൻ മിരിയോട് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ PLR എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാർക്കും ആദ്യം അറിയില്ല. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് PLRന്റെ ഒരു ഇമ്പോർട്ടൻസ് പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. പോയി വന്നതിന് ശേഷം പറയുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു, അത് ഭയങ്കര വലുതാണ്, പല പല സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മാർക്കറ്റിൽ. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന്റെ ഇടയിലേക്ക് നമ്മൾ ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാം, ഇത് സയന്റിഫിക് ആണോ, അല്ലെങ്കിൽ എന്താ ഇതിനൊരു ഓതന്റിസിറ്റി എന്ന് ചോദിക്കാം. ആക്ച്വലി ഇത് PLR പോലെ തന്നെയാണ്. ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ലയന്റിന്റെ ഇതുപോലെ ചെയ്ത സമയത്ത് ഞാൻ കണ്ട കാര്യം, ആ കുട്ടി നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ തീയുടെ അടുത്ത് നിൽക്കുന്നത് പോലെയാണ്. AC-യിലാണ് ഇരിക്കുന്നത്, പക്ഷെ ആള് ഭയങ്കരമായിട്ട് തീയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീല്. അപ്പം ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു അമ്മയും കുഞ്ഞും കൂടി ഒരു പാടത്തിന്റെ കരയിൽ നിന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ കത്തിക്കുകയാണ്. ഈ അമ്മ ഇരുന്ന് കത്തിക്കുക, ഭയങ്കരമായിട്ട് കത്തിക്കുക. അപ്പൊ ഈ കുട്ടി ചൈൽഡ്ഹുഡ് ട്രോമയായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ കുഞ്ഞ് അവിടെ സൈഡിൽ നിന്ന് കരയുകയാണ്, ഭയങ്കരമായിട്ട് കരയുകയാണ്. അപ്പൊ ഈ അമ്മയ്ക്ക് ഇങ്ങനെ തീ ഇങ്ങനെ പൊള്ളുന്നുണ്ട് രണ്ടുപേരുടെയെങ്കിലും. അപ്പൊ ഈ കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഈ അമ്മയെടുത്ത് കത്തിക്കുകയാണ്. അപ്പൊ ഈ കുട്ടിക്ക് ചെറുപ്പത്തിൽ കിട്ടുന്ന ഒരു ട്രോമയാണ്, അത് ഈ ജന്മത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ് അത്. അപ്പം ഈ കുട്ടി ആ ഒരു ചൂടാണ് ഇവിടെ ഇരുന്നിട്ട് അനുഭവിക്കുന്നത്. അപ്പൊ ഈ പ്രാക്ടീഷണറായ ഞാൻ ഇത് കാണുന്ന സമയത്ത് എനിക്ക് ആ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഇതിങ്ങനെ കാണുന്നതോടൊപ്പം ഞാനും ഇങ്ങനെ വേർത്ത് കുളിക്കുന്നു. അതേ സമയത്ത് തന്നെ ഈ ക്ലയന്റിനും ആ ഫീല് കിട്ടണം. അപ്പൊ ആ ക്ലയന്റിന്റെ അടുത്ത് പിന്നെ അതിന്ന് ഇറങ്ങി വന്ന് ക്ലയന്റിനോട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അത് നമുക്ക് മനസ്സിലാവും. കാരണം അതിൽ നമുക്ക് ആകാശിക് റെക്കോർഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഇയർ ആണ്, ഏത് സെഞ്ചുറി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ഞാനപ്പം ഏത് സെഞ്ചുറിയാണ്, ഏത് ഇയർ ആണെന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് 90s ആണ് കിട്ടിയത്. 90s അല്ല, 2000 ആണ് എനിക്ക് കിട്ടുന്നത്. 2000 കിട്ടി. ആ 2000 ഇങ്ങനെ ഒരു സംഭവം എന്താണെന്ന് അവരോട് ചോദിച്ചപ്പോൾ റിയൽ ആയിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പൊ ആ ഒരു സമയത്ത് ഈ കുട്ടിയുടെ ട്രോമാസ് നമുക്ക് മാറ്റി കൊടുക്കാനും അത് അവിടെ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം പണ്ടത്തെ ജന്മങ്ങളിൽ പോയതുണ്ട്. അത് എന്താന്ന് വെച്ചാൽ അലർജിക് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, അലർജിക് ആയിട്ട് വന്നിട്ടുള്ള എന്താ വെച്ചാല് ഗ്ലൂട്ടൻ അലർജിയാണ്, വേറൊന്നുമല്ല. ഗ്ലൂട്ടൻ അലർജി എന്ത് കഴിച്ചാലും ഇവർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുക, ഗോതമ്പിന്റെ ഒന്നും കഴിക്കാൻ പറ്റില്ല, ഈവൻ ഓട്സ് പോലും കഴിക്കാൻ പറ്റില്ല. ഗ്ലൂട്ടൻ അലർജി, പാല് കഴിച്ച പ്രശ്നം, അങ്ങനെ എല്ലാം ഗ്ലൂട്ടൻ ഉള്ള എന്ത് സാധനം കഴിച്ചാലും ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വന്ന സമയത്ത് നമ്മളിങ്ങനെ ചോദിക്കുന്ന, അങ്ങനെ ഇതിലേക്ക് പോകുമ്പം ഇവര് വലിയൊരു ജന്മിയായിരുന്നു. ജന്മിയായ സമയത്ത് ഇദ്ദേഹം ഭയങ്കര എന്താ പറയാ വലിയ, എനിക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് തോന്നിയത്. അത് 1800 ആണ് കാണിച്ചത്. അപ്പോൾ ഈ 1800-ലെ ഇവർ വലിയ ജന്മിയായിട്ട് കൃഷിസ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബട്ട് ഇയാൾ ഒരു ക്രൂരനായ ഒരു ജന്മിയായിരുന്നു. അപ്പോൾ ഈ ക്രൂരനായ ജന്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ പാവങ്ങൾ പിടിച്ച ആൾക്കാർക്കൊന്നും കൊടുക്കുന്നത് ഇഷ്ടമല്ല. കാശ് കൂടുതൽ വരുന്ന സമയത്ത് വിൽക്കാൻ വേണ്ടി ധാന്യങ്ങൾ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിരിക്കുക. ഈ ധാന്യങ്ങൾ മുഴുവൻ പൂത്തുപോയിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കാരണം എന്നാലും ഇവർ കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. അതിനുശേഷം ഇത് കത്തിച്ച് കളയുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് കാരണമാണ് ഈ ഒരു ജന്മത്തിൽ അദ്ദേഹത്തിന് ഗ്ലൂട്ടൻ അലർജി വരുന്നത്. അപ്പൊ നമ്മൾ ആ റെമഡി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ തന്നെ ഗോതമ്പിന്റെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും, നമുക്കിത് ഫലം കിട്ടിയോന്ന് അറിയണമല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞു. പിന്നീട് ഇന്ന് വരെ അവർക്ക് ഗ്ലൂട്ടൻ അലർജി ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോഴാണ് അതിന്റെ ഒരു എന്താണ് അവർക്ക് ഫീൽ ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. സാധാരണ രീതിയിൽ ഒരു ജ്യോതിഷൻ ആകാശിക് റെക്കോർഡ് പഠിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ എന്തായാലും പറ്റും. പക്ഷെ ഇത് എല്ലാവർക്കും ആകാശിക് റെക്കോർഡ് പഠിക്കാനുള്ള ബ്ലെസ്സിങ്സ് ഇല്ല. എന്തുകൊണ്ടാണ്? ആക്ച്വലി എല്ലാവർക്കും ബ്ലെസ്സിങ്സ് ഉണ്ട്, എല്ലാവർക്കും ബ്ലെസ്സിങ്സ് ഇല്ല എന്നുള്ളത് തന്നെ ഞാൻ ആദ്യം എതിർക്കാം. നിങ്ങൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഒരു വണ്ടി ഇപ്പൊ വരും, എനിക്ക് സൈഡ് ആക്കണം എന്ന് തോന്നൽ വരാറില്ലേ? ഉണ്ട്. അതെന്തുകൊണ്ടാണ്? ഇൻറ്റ്യൂട്ടീവ് പവറാണ്. അപ്പൊ നല്ല ഇൻറ്റ്യൂട്ടീവ് പവർ ഉള്ള ഒരാളുടെ തേർഡ് ഐ ഓപ്പൺ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് കാണുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ഒരുപാട് ജ്യോതിഷന്മാര് ഈ പറയുന്ന PLRന്റെ കോഴ്സും ആകാശ റെക്കോർഡിന്റെ കോഴ്സിനും പോകാൻ വേണ്ടി റെഡിയാണ്. പക്ഷെ ഇതെന്റെ ഒരു അനുഭവമാണ്. ഇവര് പോകാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, പക്ഷെ അവർക്ക് ഇവിടെ എത്താൻ പറ്റുന്നില്ല. സോ അതിലുപരി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവർ പോകുന്നു, തിരിച്ചു പോരുന്നു, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പം അവിടെ നോർമലി ഉള്ള ടോക്കാണ് ബ്ലെസ്ഡ് ആയിട്ടുള്ള ജ്യോതിഷന്മാരാണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ജ്യോതിഷന്മാരാണെങ്കിൽ മാത്രമാണ് ഇതെല്ലാം ഒരു ഡിവൈൻ എനർജിയാണ്, ഇത് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻട്രാക്ട് ചെയ്തത്. ഇത് ശരിക്കും നോർമലി ഒരു ജ്യോതിഷന് പഠിക്കാൻ എടുക്കുന്ന സമയം എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഓതൻറ്റിസിറ്റി ഇപ്പോൾ പറഞ്ഞു, ഇത് പഠിച്ചാലുള്ളൊരു ബെനിഫിറ്റ് കുറച്ചുകൂടെ ഒന്ന് എംബസൈസ് ചെയ്ത് പറയാമോ? ആക്ച്വലി ജ്യോതിഷൻ എന്നുള്ള ആ ഒരു നെയിം ബോർഡ് അവിടെ നിന്ന് മാറ്റി വെക്കുക. ഓക്കെ, ഞാനൊരു സാധാരണക്കാരനാണ്. ഓക്കെ, എനിക്ക് ഞാനെന്ന എല്ലാം പറഞ്ഞ പോലെ തന്നെ അഹം എന്ന ആ രണ്ട് സാധനം മാറ്റി വെച്ചിട്ട് എന്ത് പഠിക്കാൻ ഇറങ്ങിയാലും എളിമപ്പെടുക എന്ന് പറയും. നമ്മൾ വളരെയധികം പൊളൈറ്റ് ആണെങ്കിൽ നമ്മിലേക്ക് ആ ഡിവൈൻ എനർജി ഒഴുകി വരും. അത്രയേ ഉള്ളൂ ഇതിന്റെ, വേറെ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിലില്ല. അപ്പൊ ഇന്നെന്ന് വെച്ചാല് അതിലെനിക്ക് പോകാൻ പറ്റില്ല, അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം, പക്ഷെ ഇത്രയേ ഉള്ളൂ. സന്തോഷം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ആകാശിക് റെക്കോർഡ്സ് അതൊരു ഓതൻറ്റിസിറ്റിയുള്ള ഒരു എന്താ പറയുക ഹോളിസ്റ്റിക് ശാഖ തന്നെയാണ്. പൂർണ്ണമായിട്ടും അതിലേക്ക് ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്കുള്ള ഒരു നല്ലൊരു ഡിവൈൻ എനർജി കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകും. വളരെ സന്തോഷം. നന്ദി. നമസ്കാരം. താങ്ക് യു.